വീണ്ടും നിപ്പയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയെ മൊത്തത്തിൽ തന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു വാർത്തയായി, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവനെടുത്ത് കടന്നുപോയ ഒരു വലിയൊരു ദുരന്തമായിരുന്നു നിപ്പ വൈറസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. ആ വാർത്തകൾക്കും അല്ലെങ്കിൽ ആ ഓർമ്മകൾക്കും വീണ്ടും നിറം പിടിപ്പിക്കുന്ന രൂപത്തിൽ വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അഡ്മിറ്റായ 2 രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മരണമടഞ്ഞതടക്കമുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പിളുകളിൽ അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അത് നിപ്പ പോസിറ്റീവായി വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് നിപ്പ എന്നുള്ളതും എങ്ങനെയാണത് മനുഷ്യനിലേക്ക് പകരുന്നത് എന്നുള്ളതും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യത്തെപ്പറ്റിയും കൃത്യമായൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഷ്യസ് ആവാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്, അല്ലേ? ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് നിപ്പ എന്ന് പറയുന്നത്. ഇതൊരു RNA വൈറസാണ്. ഓക്കെ, ഒരു RNA 2 തരത്തിലുള്ള വൈറസുകളുണ്ടെന്ന് അറിയാം, DNA വൈറസുകളും RNA വൈറസുകളും. അതിൽ നിപ്പ എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. അതാണ് നമ്മൾ ഈ ഒരു വലിയൊരു രോഗം ഉണ്ടാക്കുന്നതും അത് വലിയ രൂപത്തിലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കുന്നതും. ഇത് ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള 1999 മലേഷ്യയിലൊക്കെ പന്നികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളിൽ ഏകദേശം 300ഓളം ആളുകളിൽ ഈ ഒരു രോഗം കാണുകയും അതിൽ തന്നെ 100ഓളം ആളുകൾ എന്ന് വെച്ചാൽ 1/3 ആളുകളും മരണപ്പെടുന്ന വലിയൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ രണ്ടായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പാൻഡമിക് ആണ്, 2 എപ്പിഡമിക് ആണ്. പാൻഡമിക്കിനുള്ള എക്സാമ്പിൾ ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പകർച്ചവ്യാധിയായിക്കൊണ്ട് എല്ലായിടത്തും പകരുന്ന രൂപത്തിൽ ഉള്ള രോഗം ആയി നമുക്ക് വളരെ സിമ്പിളായി ഉദാഹരണം പറയാൻ പറ്റുന്നത് കോവിഡ് ആണ്, അല്ലേ? ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ച് അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ളതാണ് പാൻഡമിക് എന്ന് പറയുന്നത്, എല്ലായിടത്തേക്കും എത്തും. എന്നാൽ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു എപ്പിഡമിക് ഏരിയയിൽ സ്പെസിഫിക് ആയിക്കൊള്ളിൽ അവിടെ ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടേക്ക് സ്പെസിഫിക്കലി അവിടേക്ക് ചുരുങ്ങി നിൽക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയാം. അപ്പോൾ കോഴിക്കോട് കുറച്ച് മുമ്പ് ഒരു എപ്പിഡമിക്കായി ഇത് വരികയുണ്ടായി. അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ മലേഷ്യയിലും അത്തരത്തിൽ സിംഗപ്പൂരിലുമൊക്കെ എപ്പിഡമിക്കായി ഇത് വന്നിരുന്നു. വീണ്ടും കോഴിക്കോട് അത് വരികയാണോ എന്നുള്ള സംശയത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്തൊക്കെയാണ് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഈ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയേണ്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്ത് അതാണ് എന്ന് സ്ഥിരീകരിച്ചാൽ ഒന്നാമതായി രോഗിക്കും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏർലി ഡയഗ്നോസിസ് വളരെ അധികം നമുക്ക് തിരിച്ചു വരാനുള്ള, രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് പകരുന്നത് തടയാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫിസിഷ്യനെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്ന് വെച്ചാൽ ബോധം പോവുക, അല്ലേ? എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും എല്ലാ പനിയുടെ കൂടെയും ഇത്തരത്തിലുള്ള പനിയും തലവേദനയും തലകറക്കമൊക്കെ ഉണ്ടാവും. അത് ബോധക്ഷയത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കോഷ്യസ് ആവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചുമ, വയറുവേദന, ഛർദി, കാഴ്ചമങ്ങൽ തുടങ്ങിയവയും കണ്ടേക്കാം. ഈ ചുമ ഉണ്ടാവും. ഈ സിംറ്റംസിനോട് ഒപ്പം ഇതുകൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അണുബാധയുണ്ടായി 5 മുതൽ 14 ദിവസം കഴിഞ്ഞാകും ലക്ഷണങ്ങൾ കാണുക. അപ്പോൾ അതാണ് വളരെ പ്രധാനം. എന്നുവെച്ചാൽ നമുക്ക് ഈ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി ഒരു 5 ദിവസം അല്ലെങ്കിൽ ഈവൻ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ നമുക്ക് അത്തരത്തിൽ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ വൈകിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വലിയ നമ്മളോടും സമൂഹത്തോടും ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് 1-2 ദിവസത്തിനകം ബോധം നഷ്ടപ്പെട്ട് കോമോ അവസ്ഥയിലാക്കാനും സാധ്യതയേറെ. എന്ന് വെച്ചാൽ ഈ ലക്ഷണങ്ങൾ കണ്ട് പിന്നെ വളരെ അതാണ് നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് വളരെ സ്ലോ ആയി അല്ലെങ്കിൽ ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള റിയാക്ഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാതെ അങ്ങനെ അങ്ങോട്ട് പോകും, അല്ലേ? അത് ശ്വാസകോശത്തെ ബാധിച്ച് വലിയ രൂപത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാലേ
ആ നിലക്ക് മരണത്തിലേക്കോ കോമയിലേക്കോ ഒക്കെ പോകുന്നുണ്ടാവുള്ളൂ. പക്ഷേ നിപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അത് കാണിക്കുന്ന പലപ്പോഴും 5 മുതൽ 14 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് കോമ സ്റ്റേജിലേക്ക് വരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് കോവിഡിനേക്കാൾ കുറച്ച് അപകടകാരിയാണ് നിപ്പ, അല്ലെങ്കിൽ കുറച്ചധികം അപകടകാരിയാണ് നിപ്പ എന്നുള്ളതാണ് നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇത് പ്രധാനമായും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൈറസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. അൾട്ടിമേറ്റ്ലി തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് വരെ അത് എത്തിയേക്കാം. പിന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് വരെ ഇത് പ്രോഗ്രസ് ചെയ്ത് എത്തിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് മരണത്തിലേക്ക് അവസാനം കോമ സ്റ്റേജിലെത്തി മരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും, വളരെ കൃത്യമായി ഇതാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതെങ്ങനെയാണ് പകരുക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പന്നികളിൽ നിന്ന് അല്ലെങ്കിൽ വവ്വാലുകളിൽ നിന്നൊക്കെയാണ് ഇത് പകരുന്നത് എന്നുള്ള ഒരു പൊതുവായ വിവരം നമ്മൾ കഴിഞ്ഞ പിന്നെ എപ്പിഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഏകദേശം ഉണ്ടാവും. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇതെന്ത് ചെയ്യാം, ഈ വൈറസുകൾ നമ്മളിലേക്ക് എത്താം. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാറുണ്ട്. ഒരു നിപ്പ ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കും പകരാം, ഈ ജീവികളിൽ നിന്ന് മനുഷ്യനിലേക്കും പകരാം. ഇതാണ് നമുക്കിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും കഴിക്കുന്നതിലൂടെയും രോഗം വന്നേക്കാം. എന്ന് വെച്ചാൽ വവ്വാലുകളുടെ കാഷ്ടം നമുക്കറിയാം അല്ലേ, അത് പലപ്പോഴും പിന്നെ നമ്മളറിയാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കലർന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ അകത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ അത് കലർന്ന പാനീയമോ വെള്ളമോ ഒക്കെ നമ്മുടെ അകത്തേക്ക് പോയാൽ, അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു സുരക്ഷ എന്ന് പറയുന്നത്, ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി അധികം പ്രത്യേകിച്ചും ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വവ്വാല് കടിച്ച പഴങ്ങൾ, ഇനി ദയവ് ചെയ്ത് പഴങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ നിപ്പ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാധിച്ചു എന്ന് കരുതപ്പെടുന്ന ഏരിയകളിലുള്ള ആളുകൾ വളരെയധികം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പരിചരിക്കുന്നവരും രോഗം പകരാതിരിക്കാൻ വളരെയധികം മുൻകരുതലെടുക്കേണ്ടത്. ഈ നിപ്പ ബാധിച്ച ആളുകളെ പരിചരിക്കുന്ന ആളുകളും എന്ത് ചെയ്യണം, വളരെ കൃത്യമായ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. തീർച്ചയായും അവരെ പരിചരിക്കണം, തീർച്ചയായും അവർക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ അത് നമ്മൾ വളരെയധികം മുൻകരുതലുകൾ എടുത്തുകൊണ്ടായിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിന് വാക്സിൻ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിന് വാക്സിൻ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെയധികം പിന്നെ ഗൗരവമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആയിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഈ ഒരു വാർത്തകളെ കാണാൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ നിലക്കുള്ള ഒരു ധാരണ ഉണ്ടെന്നുണ്ട്. കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കുവാനും നമ്മൾ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നിലക്ക് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലേ, പിന്നെ വാട്സപ്പിലൂടെയും മറ്റൊക്കെ കറങ്ങുന്ന അനാവശ്യമായ പിന്നെ കൃത്യമായ പിന്നെ വിവരങ്ങൾ ഇല്ലാതെ പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ഭാഗമാകാതിരിക്കും. ഫോർവേഡ് മെസ്സേജ് എന്ത് വന്നാലും പിന്നെ അത് ഫോർവേഡ് ചെയ്തുകൊണ്ട് ആളുകളെ വെറുതെ പിന്നെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതേ സമയത്ത് കൃത്യമായൊരു ധാരണ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വേണം താനും. അപ്പോൾ ആ നിലക്ക് കൃത്യമായ ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള അറിവുകളായിരിക്കണം നമ്മൾ പിന്നെ മറ്റുള്ളവരിലേക്കും പകരേണ്ടത്. അതൊരിക്കലും ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയാകരുത്, ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാകരുത്. കൃത്യമായ ജാഗരൂകത ആയി പിന്നെ അവർ നിൽക്കാൻ വേണ്ടി ആയിരിക്കണം അത്തരം മെസ്സേജുകളും അത്തരം കാര്യങ്ങളും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അത് ഒതൻറ്റിക് ആണ് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ നാടിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ ഒരു രോഗത്തിൽ നിന്നും നമ്മുടെ നാട് വളരെ വിജയകരമായി രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പിന്നെ ആശിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പകരാതെ അത് ചുരുങ്ങി അത് അവിടെ തന്നെ ഒതുങ്ങാൻ നമുക്ക് എന്ത് ചെയ്യാം, പരിശ്രമിക്കാം. അതിനുവേണ്ട മുൻകരുതലുകൾ നമുക്കെടുക്കാം. ഓക്കെ, താങ്ക് യു.